വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തി തിരുവനന്തപുരത്തെത്തിച്ച 13-കാരി CWSന്റെ സംരക്ഷണയിൽ തുടരും. തൽക്കാലം കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം അയക്കില്ല. രക്ഷിതാക്കളെ കണ്ട കുട്ടി പൊട്ടിക്കരഞ്ഞു. അവരെ ഇമോഷണൽ സാധനം കഴിയട്ടെ. ഒരു സെക്കൻഡ് അവർ ഇമോഷണൽ സാധനം ഒന്ന് കഴിയട്ടെ. സമയമുണ്ടല്ലോ, കുഴപ്പമില്ല, എടുക്കില്ല. മാതാപിതാക്കളുടെ കൂടെ പോകാൻ കുട്ടിക്ക് താല്പര്യമില്ലെന്നും CWSയിൽ നിന്ന് പഠിക്കണമെന്ന് അറിയിച്ചുവെന്നും തിരുവനന്തപുരം ജില്ലാ ചെയർപേഴ്സൺ ഷാനിബ ബീഗം വ്യക്തമാക്കി. കുട്ടിയെ ഞങ്ങൾ വിശദമായി കേട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളുടെ വീട്ടിൽ അവളുടെ അമ്മ കുറേ ജോലികൾ ചെയ്യിപ്പിക്കും, അടിക്കും, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവൾ ഇവിടുന്നേക്ക് പോയത്. അവൾക്ക് കേരളത്തിൽ തന്നെ നിൽക്കണം, പാരൻസിനെ കാണണം. പക്ഷേ പാരൻസിൻ്റെ കൂടെ തൽക്കാലം പോകാൻ കുട്ടി ഉദ്ദേശിക്കുന്നില്ല. കുട്ടിക്ക് ഇവിടെ നിന്ന് CWSയുടെ കീഴിൽ പഠിക്കണം, ഇവിടെ നിൽക്കണം എന്നുള്ളതാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുട്ടിക്ക് പോകണ്ട എന്നാണ്. പാരൻസിനെ ഒക്കെ കാണണം, പക്ഷേ അവൾക്ക് പോകണ്ട, ഇവിടെ നിൽക്കും. കുട്ടിയെ കണ്ടെത്താൻ 24 നടത്തിയ ഇടപെടൽ നിർണായകമെന്നും ഷാനിബ ബീഗം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആരോ ഒരാൾ ഒരു സ്ത്രീ വാങ്ങിക്കൊടുത്തൊരു ബിരിയാണിയും കഴിച്ചു, പിന്നെ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ വിശാഖപട്ടണത്ത് എത്തുന്നതും അവിടെ ഈ എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും എല്ലാവരും പിന്നെ 24-ലെ അലക്സ മുഹമ്മദ് നേരത്തെ തന്നെ അവിടെ അറിയിച്ചിരുന്നു. അഖിൽഷ അൻസാർ തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേർന്നു. അഖിൽഷ, തിരിച്ചെത്തിയെങ്കിലും മാതാപിതാക്കളോടൊപ്പം ഇല്ല. അവരിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാനാകാത്ത വിധം ഒരു ആഘാതം അല്ലെങ്കിൽ ട്രോമ കുട്ടിക്ക് ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായിരിക്കും തുടർ നടപടികൾ? അതിനോടൊപ്പം ഈ കുട്ടിയെ മർദ്ദിച്ചു എന്ന വിഷയത്തിൽ ഒരു അന്വേഷണം പാരലായി നടക്കുന്നുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ സുഹേലി, പോലീസിൻ്റെതായ രീതിയിലുള്ള അന്വേഷണവും ഒക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ CWSയുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണമാണ് അല്പസമയം മുമ്പ് വന്നത്. ഈ കുട്ടിയുടെ മൊഴി എടുത്തത് പ്രകാരം കുട്ടി പറഞ്ഞത് നിലവിൽ അവൾക്ക് ആസാമിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ല, കേരളത്തിൽ തന്നെ എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ ഈ കഴക്കൂട്ടത്ത് അച്ഛൻ്റെ കൂടെയും അമ്മയുടെ കൂടെയും പോകാനുള്ള താല്പര്യമില്ല എന്നുള്ളത് കുട്ടി അറിയിച്ചിരുന്നു. കുട്ടിയെ നന്നായി വഴക്ക് പറയുകയും അതുപോലെ തന്നെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് കുട്ടി ഈ CWSക്ക് നൽകിയിരിക്കുന്ന മൊഴി. ഇതുകൂടി കണക്കിലെടുത്താണ് നിലവിൽ തൽക്കാലം മാതാപിതാക്കളോടൊപ്പം ഈ കുട്ടിയെ അയക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് CWS എത്തിയത്. എന്തായാലും കുട്ടിയുടെ മെഡിക്കൽ പരിശോധന ഉടൻ കഴിയും. അതിനുശേഷം വീണ്ടും CWSയിലേക്ക് എത്തിച്ച് കൗൺസിലിംഗ് നടപടികൾ തുടങ്ങും. അടുത്തൊരു 10 ദിവസം കൗൺസിലിംഗ് ആയിരിക്കും. അതിനുശേഷം കുട്ടിയുടെ മാനസികാവസ്ഥ കൂടി കണക്കിലെടുത്ത ശേഷം തൽക്കാലം മാതാപിതാക്കളോടൊപ്പം പോകാനില്ല, അവൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് ആഗ്രഹിച്ച പോലെ പഠിക്കട്ടെ, വളരട്ടെ. അഖിൽഷ അൻസാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.